ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. ഓണായില്ലല്ലോ. ഞങ്ങളിപ്പോൾ കാലിക്കറ്റിലാണ് കേട്ടോ. ഞാനിവിടെ മോളുണ്ട്. ഇവിടെ ടവറാണ് വലിയ പരിപാടി നടത്തുന്നുണ്ട്. ഗവർണറൊക്കെ വരുന്നത് അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്നാണ് ഗോവ ഗവർണർ PSC ശ്രീധരൻപിള്ള അവിടെ പോയിട്ട് കാട്ടിത്തരാം. സ്വർണ്ണ ജയന്തി ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ബാക്കി അവിടെ പറയാം കേട്ടോ. കണ്ടിട്ട് നാട് കൊടുക്കുള്ളൂ. പോലീസ് പോലീസ് ഞങ്ങൾ ടീ ടൈമിലാണ് അവിടെ എത്തിപ്പെട്ടത്. ചായ ഒക്കെ വാങ്ങി കഴിക്കുക കേട്ടോ. ഒരു വ്യക്തിയുടെ രചനാ ജീവിതം കുരുക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോഴും പോകുമ്പോൾ അവിടെ ഒരു അശ്വത്ഥത്തെ 5000 വർഷമായി നിലനിൽക്കുന്നതാണ് എന്ന വിശ്വാസം പുലർത്തുന്ന ഒരു ശ്രദ്ധാകേന്ദ്രം. കാരണം എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം പോക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഗോവ ഗവർണർ അദ്ദേഹത്തിൻ്റെ സുവർണ ജയന്തി ആഘോഷിക്കുകയാണ്. സാഹിത്യത്തിൻ്റെ അത് സാധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ 90 പുസ്തകം എഴുതാൻ ഞാൻ അമ്പലക്കാണ്. സാറ് എങ്ങനെയാണ് ഇത്ര എഴുതുന്നത്? അപ്പോൾ സാർ എന്നോട് നേരത്തെ പറയണ്ടായി, ഞാൻ യാത്രകളിലാണ് മിക്ക പുസ്തകത്തിന് രൂപം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് നിരന്തരമായി ഇനി യാത്രകൾ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ യാത്രകളിലെല്ലാം തന്നെ നമുക്ക് പുതിയ പുതിയ ആശയങ്ങളും പുത്തൻ സങ്കേതവും എല്ലാം ഉള്ള നല്ല നല്ല കൃതികൾ നമുക്ക് തരുമെന്നാണ് ഞാനിവിടെ തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം അന്യരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വിളക്ക് കൊളുത്തി വെക്കുന്ന പോലെയാണ് അല്ലേ. MTയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പം MT നമ്മളെ ഇടയിൽ ഇല്ല. പക്ഷേ ശ്രീധരൻപിള്ള സാറിനെ പറ്റി MT പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഞാൻ MTയെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ വേണ്ടി MTയുടെ ഫ്ലാറ്റിൽ പോകുമായിരുന്നു. അപ്പം അദ്ദേഹം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ടും അദ്ദേഹത്തിന് പിന്നാലെ നടക്കി സ്നേഹം, സൗഹാർദ്ദം എന്നെ പോലെയുള്ള ആളുകളെ തീർച്ചയായും ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രീധരൻപിള്ളയുടെ കഥകളിലൂടെ കടന്നു പറയും. മനസ്സിലായി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്. നല്ലതാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ കാലിക്കറ്റ് സിറ്റിയുടെ മകനും ഈ സാഹിത്യ നഗരത്തിൻ്റെ അഭിമാനവും ഗോവ ഗവർണറുമായ വലിയൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ ഹിസ് എക്സലൻസി ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ വരാൻ പറ്റിയത് ഏറ്റവും ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ്. കരുത്ത് നേരുന്നു, ചൈതന്യം നേരുന്നു. ഇനിയും ധാരാളം എഴുതുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. ഈ തിരക്കിനിടയിലും സമയം കണ്ടെത്തി പുസ്തകങ്ങൾ രചിക്കുന്ന ഈ നല്ല മനുഷ്യനെ ഈശ്വരൻ
ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ നല്ല മനുഷ്യനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എ ഗവർണർ വിത്ത് എ ഹ്യൂമൻ ഫേസ്, മനുഷ്യന്റെ മുഖമുള്ള ഒരു ഗവർണർ, മനുഷ്യത്വമുള്ള ഒരു ഗവർണർ, സ്നേഹിക്കുവാനും ബന്ധപ്പെടുവാനും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരും ഈശ്വരന്റെ മക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഗവർണർ ഹിസ് എക്സലൻസി ശ്രീധരൻ പിള്ള. In this 50 years of writing, I have had the privilege of associating with Pillai sir for just 3 years, or little more than 3 years, 3.5 years. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചടങ്ങിൽ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ സെമിനാറിൻ്റെ സമയം, ഈ ഒരു സെഷൻ അവസാനിക്കേണ്ടത് 1 മണിക്കാണ്. നമ്മളിപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്നെ സെമിനാർ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീധരൻപിള്ളയുടെ കവിതകളിലെ കാലിക പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. അതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രഭാഷകൻ, എഡിറ്റർ, തപസ്യ സംസ്ഥാന വൈസ് പ്രസിഡന്റും സാഹിത്യ വിഭാഗം സംസ്ഥാന കൺവീനറുമാണ്. സംസ്കാർ ഭാരതി അഖില ഭാരതീയ സാഹിത്യ വിഭാഗം ചുമതലയും വഹിക്കുന്നു. ഗോവ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറാണ്. കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പർ, ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദഗ്ധ സമിതി അംഗം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സ്കൂൾ അക്രഡിറ്റേഷൻ കമ്മിറ്റി ചെയർമാൻ, കേന്ദ്ര സർക്കാർ ഭാരതവാണി എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ, മൈസൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലയാളം വിദഗ്ധ സമിതി അംഗം, ആകാശവാണി, ദൂരദർശൻ അടക്കം സാഹിത്യ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവയുടെ ആദരണീയനായ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ അക്ഷരോപാസന 50 വർഷം പൂർത്തീകരിച്ച ശുഭമുഹൂർത്തത്തിലാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഇൻഡോ അറബ് കോൺഫറേഷൻ കൗൺസിലിനെ, അതിൻ്റെ ചുമതലപ്പെട്ടവരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ വേദിയും സദസ്സും തന്നെ ശ്രീധരൻപിള്ള സാറിൻ്റെ സമൂഹത്തോട്, സംസ്കാരത്തോടുള്ള സമീപനത്തിൻ്റെ മറ്റൊരു പരിച്ഛേദമാണ്. മുന്നേറാം, ഒന്നിച്ച് ജയിക്കണം യുദ്ധം, മുറവിളി വേണ്ട, തടവൊക്കെ നീങ്ങും, മാറി വരുമെല്ലാം പുതുലോകമെത്തും. തീർച്ചയായും എനിക്ക് തോന്നുന്നത് കവിത നൽകേണ്ട വലിയ പ്രത്യാശ ഇതാണ് എന്ന് ഞാൻ വളരെ ശക്തമായി വിശ്വസിക്കുന്നു. കവിതയെക്കുറിച്ച് വന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു നിർവചനം അത് ശ്രീധരൻപിള്ള സാറിന്റെ കവിതയ്ക്ക് ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Does it serve any purpose in our life എന്ന്
സ്റ്റീഫൻ സ്പെൻഡറോട് മലയാളത്തിൽ ഒരു കവി ചോദിച്ചപ്പോൾ അദ്ദേഹം കവിതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ധർമ്മം നിർവഹിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഖ്യാതനായ കവി സ്റ്റീഫൻ സ്പെൻഡർ എഴുതി, ഇറ്റ് ഈസ് സംതിങ് വിച്ച് യൂസ് ടു കോൾ മീ ബാക്ക് ഫ്രം ദ പോയിന്റ് ഓഫ് സൂയിസൈഡ്. ആത്മഹത്യാ മുനമ്പിൽ നിന്ന് നമ്മെ തിരിച്ച് നന്മയുടെ പ്രത്യാശയുടെ ലോകത്തിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നതാണ് കവിതയുടെ ധർമ്മമെങ്കിൽ നമ്മുടെ പ്രകൃതിയിലേക്ക്, നമ്മുടെ ദേശചരിത്രത്തിലേക്ക്, നമ്മുടെ വിപുലമായ ഭാരതീയ ചേതനയിലേക്ക്, അതിനപ്പുറം സമന്വയത്തിന്റെ ഗീതയിൽ സൂചിപ്പിച്ചതുപോലെ പരസ്പരം ഭാവയന്തഃ ശ്രേയോ പരമവാപ്സ്യഥ, പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് പരമമായ ശ്രേയസിനെ പ്രാപിക്കാം എന്ന വിശ്വാസം അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളിൽ മുഴുവൻ നിറയുന്നു. ആ കവിത തീർച്ചയായും കെടാതെ കാത്തു സൂക്ഷിക്കാൻ സഹൃദയന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. കവി ഗവർണർ, ഗോവ ഗവർണർ പുറത്തേക്ക് വരുന്ന കേട്ടോ. അവിടെ സെമിനാറൊക്കെ കഴിഞ്ഞു. സാറേ ഗവർണർ ഫുഡ് കഴിക്കാൻ പോകട്ടവർ. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു. എൻ്റെ സാറ് വിഷനാണല്ലോ. നൂറോളം പോലീസുകാരുണ്ട്. ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾ മിനിസ്റ്ററൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത്. ഇതാട്ടെ ഇവിടെ ഈ സ്റ്റേജിൽ നടന്ന പ്രോഗ്രാമും ഗവർണർ വി.എസ്. ശ്രീധരൻപിള്ളേൻ്റെ സുവർണ്ണ ജയന്തി ആഘോഷത്തിൻ്റെ പുസ്തക പ്രകാശന സെമിനാർ എന്നിട്ട് ഇവിടെ ഇനി താഴെയുണ്ട് വലിയൊരു ഹാള്. അത് പ്രോഗ്രാം വേണ്ടി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത് കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് കാട്ടിത്തരാം. ഓക്കെ. അത് നിറയെ ആളുണ്ടായിരുന്നു. ഇവിടുന്ന് എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചപ്പോൾ ഗവർണറും ഗോവ ഗവർണർ അവരും എൻ്റെ സാറ് വിക്കി അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയതേ ഉള്ളൂ. ഇനി താഴെ അതിന് വലിയ ഫംഗ്ഷൻ നടക്കാറുണ്ട്. ഓക്കെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.